കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് അപഹരിക്കപ്പെടുന്നു. പക്ഷെ കേസ് തെളിയിക്കാൻ സഹായിച്ചത് വെറും നിസ്സാരമായ പാവ് ബജി. എന്താ കഥ? ശരിയാണ്. പാവ് ബജി കഴിച്ചിട്ടുണ്ടോ? ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നപ്പോൾ ഒരെണ്ണം കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ കഴിച്ചവരൊക്കെ കുറെ പേര് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അവരുടെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ചിലർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 30 രൂപയുടെ ഒരു പാവ് ബജി ഒരു കുറെ കോടികൾ കട്ട കള്ളന്മാരെ പിടിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമായിരിക്കും. സംഭവം കേരളത്തിലല്ല. കാരണം കേരളത്തിൽ പാവ് ബജി അത്ര പ്രാഗൽഭ്യമുണ്ട് എന്ന് എനിക്കറിയില്ല. ചില കടകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോർത്ത് ഇന്ത്യൻ കടകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത് നടന്നത് ബംഗളൂരിലെ കർണാടകയിലെ കലബുറഗി നഗരത്തിലാണ്. ഈ മാസം 11-നാണ് ഈ സംഭവം നടക്കുന്നത്. കലബുർഗി നല്ല പേരല്ലേ. 3 കോടി രൂപയുടെ ജ്വല്ലറി കവർച്ചയാണ് നടക്കുന്നത്. അപ്പോ മുഖംമൂടി ധരിച്ച 4 പേർ മാർത്തുല മാലിക് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സ്വർണ്ണാഭരണശാല കൊള്ളയടിക്കുന്നു. ലോക്കർ തുറക്കാൻ പോവുകയായിരുന്ന ഉടമസ്ഥനെ കയ്യും കാലും കെട്ടിയിട്ടതിന് ശേഷം 3 കിലോ സ്വർണ്ണാഭരണങ്ങളും പണവും കവർച്ച ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതികളെല്ലാം പോലീസ് പിടികൂടി. അന്വേഷണത്തിൽ പോലീസിനെ സഹായിച്ചത് 30 രൂപയുടെ പാവ് ബജി. ഇനിയാണ് കഥ. ഈ മാസം 11-ാം തീയതി 4 പേർ ഒരു വലിയ കവർച്ച നടത്താൻ തീരുമാനിക്കുന്നു. ഈ പറഞ്ഞ ആളിന്റെ കടയിൽ അയാളുടെ പേര് മാർത്തുല മാലിക്. അയാളുടെ കടയിൽ ഒരു സ്വർണ്ണ വ്യാപാരിയാണ്. അയാളുടെ കടയിൽ മോഷ്ടിക്കാനായി 4 പേർ തീരുമാനമെടുത്ത് ഇവർ ഈ ജ്വല്ലറിയുടെ മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് ഒരാളെ പുറത്ത് നിർത്തിയിട്ട് 3 പേര് ജ്വല്ലറിക്ക് അകത്തേക്ക് കയറുന്നു. ആ അകത്തേക്ക് കയറുന്ന സമയത്താണ് ഈ മാർത്തുല മാലിക് ഈ ലോക്കർ തുറക്കാനായി ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇദ്ദേഹത്തെ ഇവർ ആക്രമിക്കുന്നു. എന്നിട്ട് അതിനുശേഷം മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷം ഇദ്ദേഹത്തെ കൈയും കാലുകളൊക്കെ കെട്ടിയിടുന്നു. എന്നിട്ട് കോടികളുടെയാണ്, അതായത് 2.15 കോടി രൂപയുടെ സ്വർണമാണ് ഇവർ കവർന്നത്. അപ്പോൾ ഈ കവർന്നതിന് ശേഷം ഇവർ തിരിച്ച് അവിടെ നിന്ന് മുങ്ങി. പോലീസ് കുറെ നാളുകളായി ഇങ്ങനെ ഇവരെ അന്വേഷിക്കുന്നു. അവിടെ തൊട്ടടുത്തുള്ള CCTV പരിശോധിക്കുന്നു. ഒരു രീതിയിലുള്ള അന്വേഷണം ഇതും കിട്ടുന്നില്ല. കാരണം ഇവരെല്ലാം മുഖംമൂടി ധരിച്ചാണ് അകത്തേക്ക് കയറിയത്. അപ്പോൾ പോലീസിന് ഈ 3 പേരെ കുറിച്ചുള്ള വിവരങ്ങളെ കിട്ടിയിട്ടുള്ളൂ. മൊത്തം 4 പേരുണ്ടായിരുന്നു. ഇതിൽ 3 പേരെ അകത്ത് കയറിയിട്ടുള്ളൂ. 3 പേരെ കുറിച്ച് മുഖംമൂടി ധരിച്ചിട്ട് ഇപ്പൊ ഇവരെ കുറിച്ച് ഒരു വിവരം കിട്ടാതെ വന്നപ്പോൾ പോലീസ് എല്ലാ CCTV കടകളും പരിശോധിച്ച് വരുന്നു. ഇപ്പോൾ പരിശോധിച്ച് വന്ന കൂട്ടത്തിൽ ഇവരുടെ കൂടെ 4-മതൊരാളുണ്ട് എന്ന് പോലീസിന് മനസ്സിലാവുന്നു. ഇയാൾ പക്ഷെ അകത്തേക്ക് കയറിയിട്ടില്ല. അപ്പൊ ഇയാൾ എവിടെയാണ് എന്നുള്ളൊരു അന്വേഷണം പിന്നീട് ആരംഭിച്ച് അതിന്റെ പുറത്തുള്ള കടകളിലൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഇയാള് തൊട്ടടുത്തുള്ള ഒരു തട്ടുകടയിൽ നിന്ന് 30 രൂപയുടെ പാവ് ബജി വാങ്ങി കഴിക്കുന്നു. അതായത് ഇയാൾ ഈ പുറത്തു നിന്നത് ആരെങ്കിലും ഈ ജ്വല്ലറിക്ക് അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് ഇയാളെ പുറത്ത് നിർത്തിയിട്ട് 3 പേർ അകത്തേക്ക് കയറുന്നത്. ഈ സമയത്ത് ഇയാൾ ഈ പാവ് ബജി വാങ്ങി കഴിച്ച് ഈ നിരീക്ഷണം നടത്തുകയായിരുന്നു. പാവ് ബജി വാങ്ങി കഴിച്ചതിന് ശേഷം കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ ഇയാൾ ഗൂഗിൾ പേ ചെയ്തപ്പോൾ പോലീസ് ഇത് CCTV മനസ്സിലാക്കി. ഇങ്ങനെ പാവ് ബജി കഴിക്കുന്ന ഒരാളും ഇങ്ങനെ നാലാമനാണ് ഇയാൾ എന്നുള്ളത് ഇയാളുടെ മുഖം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഈ ഗൂഗിൾ പേയുടെ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുന്നു. ഇയാളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വിവരങ്ങളും കിട്ടുന്നു. അങ്ങനെ പോലീസ് ഇവരെത്തുന്നതിന് മുൻപേ ഇവരുടെ നാട്ടിലേക്ക് പോലീസ് എത്തുകയാണ്. അതായത് ഈ നിന്ന ആളിന്റെ പേര്, പുറത്ത് പാവ് ബജി കഴിച്ചുകൊണ്ട് നിന്ന ആളിന്റെ പേര് ഫറൂഖ് എന്നാണ് പറയുന്നത്. ഇയാളുടെ ഫോൺ നമ്പർ പരിശോധിക്കുകയും പിന്നീട് ഇതിന്റെ വിവരങ്ങൾ എടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസിന് നിർണായകമായ വിവരങ്ങൾ കിട്ടിയത്. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ ഫോണുകൾ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ അന്വേഷണ സംഘങ്ങൾ അപ്പോഴേക്കും പ്രതികളുടെ ജന്മനാട്ടിലെത്തി അവിടെ വല വിരിച്ചിരുന്നു. പോലീസ് ഇവരുടെയൊക്കെ പേരുകൾ അയോധ്യ പ്രസാദ് ചൗഹാൻ, ഫാറൂഖ് അഹമ്മദ് മാലിക്, സൊഹൽ ഷെയ്ഖ്, അബ്ബാസ് ഷാ എന്നിവരാണ് പിടിയിലായത്. ഇനി ഒരാളെ കൂടി ഇതിൽ പിടികൂടാനുണ്ട്, അർബാസ്. ഇയാളെ പിടികൂടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ മുഖ്യ സൂത്രധാരനാണ് ഈ ഫാറൂഖ്. ഇയാളാണ് ഈ പുറത്തു നിന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിരുന്നത്. അപ്പോൾ എന്തിനാണ് ഇവർ ഈ മോഷണം നടത്തിയതെന്ന് പറഞ്ഞാൽ, ഈ ഫാറൂഖ് എന്നയാൾ ഒരു സ്വർണ്ണ വ്യാപാരിയായിരുന്നു. ഇയാൾക്ക് 40 ലക്ഷം രൂപയുടെ കടബാധ്യത വന്നപ്പോൾ ഇയാള് കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ കടബാധ്യതയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്
എന്നാൽ ഇത്തരത്തിൽ എന്തെങ്കിലും മോഷണം നടത്തി വിറ്റ് അത് സ്വർണം എടുത്ത് വിറ്റതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി അത് പിന്നെ വീതിച്ചെടുക്കാം, നിന്റെ കടവും തീർത്ത് നമുക്ക് ബാക്കി വീതിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ മാർത്തുല മാലിക്കിന്റെ ജ്വല്ലറി പിന്നെ എന്താ പറയുക കവർച്ച നടത്തുന്നത്, മോഷ്ടിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പോലീസ് പോലും എന്താ പിടികിട്ടാ പുള്ളികളെ നിസ്സാര ഒരു പാവ് ബജിയൊക്കെ വെച്ച് പിടികൂടുക എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം. ഒരു കഷ്ണം പേപ്പർ വെച്ചിട്ട് എന്താ ഈ പിന്നെ കത്തിയൊക്കെ പൊതിഞ്ഞുകൊണ്ടുവന്ന പേപ്പർ പിന്നെ കത്തി എടുത്തിട്ട് അവിടെ ഇതിട്ടിട്ട് പോകുമ്പോൾ അത് വെച്ചിട്ട് പോലീസ് ഈ കേസ് തെളിയിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ഈ ചില എന്താ മുണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതിലേക്ക് ആ മുണ്ട് അന്വേഷിച്ച് പോയി അവസാന പ്രതിയെ പിടിച്ച കഥകള്, ഇങ്ങനെ ചില നിസ്സാര കാര്യങ്ങൾ ഈ പ്രതികള് എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം അവർക്ക് തന്നെ പിടികൂടാനായി അവർ ഇട്ടുകൊടുത്തിട്ട് പോകും എന്നുള്ളതാണ് അല്ലേ. അത് ഈ സംഭവമൊക്കെ നടന്നത് ഇപ്പോഴായതുകൊണ്ട് ഓക്കെ, ഒരു 10-20 വർഷം മുമ്പൊക്കെയാണ് നടന്നിരുന്നെങ്കിൽ അയാൾ പാവ് ബജി കഴിക്കുകയും ചെയ്തതിനെ ഒരു മോഷണം മുതൽ കൊണ്ടുപോവുകയും ചെയ്തു. അതിന് CCTV ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഈ പാവ് ബജിയേക്കാൾ കൂടുതൽ CCTV ആണെന്ന് തോന്നുന്നു കളിച്ചത്. അതെ, CCTV ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ എങ്ങനെ ഇവരൊക്കെ പിടിക്കും അല്ലേ അറിയില്ല. അതായത് പോലീസ് എനിക്ക് തോന്നുന്നു ഏറിയ പങ്കും കുറേയൊക്കെ ഗസ് വർക്ക് നടത്തിയൊക്കെയാണ്. ഇതിങ്ങനെ ആയാൽ അങ്ങനെയാകും. പഴയ അന്വേഷണമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ സാഹചര്യം വെച്ച് ഈ രീതി, അതായത് ഓരോ മോഷ്ടാക്കൾക്കും ഓരോ പാറ്റേൺ ഉണ്ടല്ലോ. അതായത് ചില മോഷ്ടാക്കൾ വീട് അതിക്രമിച്ച് കയറി അവിടെ അടുക്കളയിൽ കയറി ആഹാരം പാചകം ചെയ്ത് കഴിക്കുക, കുളിമുറി കയറി കുളിക്കുക, ബാത്റൂം ഉപയോഗിക്കുക, ഇത്തരം ശീലങ്ങളുള്ള ചില മോഷ്ടാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിന് അത്തരം ചില സാദൃശ്യങ്ങൾ നോക്കിയാണ് പഴയ കാലത്തൊക്കെ പ്രമാദമായ കേസുകളൊക്കെ തെളിച്ചിട്ടുണ്ട്. കാര്യം സ്ഥിരം കുറ്റവാളികളാണ് അവർ ആദ്യം തപ്പുക. അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ പുതിയതായിട്ട് ഈ രംഗത്ത് ഇറങ്ങിയാൽ പോലും ചില കേസുകളൊക്കെ പഴയ കുറ്റവാളികളുടെ തലയിൽ തന്നെ വീഴാറുമുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ CCTV ഉണ്ട്, അതേപോലെ മൊബൈൽ ഫോണുകൾ ഒരു ഘടകമാണ് അന്വേഷണത്തിൽ. ഏറിയ പങ്കും ആ കേസ് അന്വേഷണത്തിൽ നിർണായകമാകുന്നത് മൊബൈൽ സിഗ്നൽ അത് വെച്ച് ലൊക്കേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ആളുകളെ ഈ സുകുമാരക്കുറുപ്പ് ഇപ്പോഴാണ് ഇതൊക്കെ കാണിച്ച് വിട്ടിരുന്നെങ്കിൽ പോലീസിന് പിടിക്കാൻ കഴിയായിരുന്നു. ഉറപ്പില്ല. കാര്യം ആ നിമിഷം തന്നെ അയാളുടെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും വാട്സപ്പിൽ പ്രചരിക്കും, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും. അയാൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റില്ല. കാലഘട്ടം മാറിയത് കൊണ്ടുള്ള ഒരു ആനുകൂല്യം അന്വേഷണ സംഘങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്. അത് ഒരു പരിധിവരെ ഈ പോലീസിന്റെ മികവിനെയും ബാധിച്ചിട്ടുണ്ട്. കാരണം കാര്യങ്ങൾ കുറെ കൂടി സിമ്പിളായിട്ടുണ്ട്. പണ്ട് കാലത്ത് വളരെ ബുദ്ധിരാക്ഷസന്മാരാണ് കേസ് തെളിയിച്ചിരുന്നെങ്കിൽ ഇന്ന് അത്യാവശ്യം ഈ സാങ്കേതിക സംവിധാനങ്ങളെ കുറിച്ചുള്ള പ്രാഥമിക ധാരണയുള്ള ആർക്കും ഒരു കേസ് തെളിയിക്കാം. എന്നിട്ട് പോലും പറ്റാത്ത ചില കേസുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ സാങ്കേതിക സംവിധാനങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പാവ് ബജി വന്നെങ്കിലും എനിക്ക് തോന്നുന്നു അതിൻ്റെ യഥാർത്ഥ അതിൽ ഹീറോ CCTV ആണ്. CCTVയിൽ അയാൾ അവിടെ നിന്ന് കഴിക്കുന്നത്, പിന്നെ അയാളൊരു മണ്ടത്തരവും ചെയ്തു. അയാൾ ഒരു കാരണവശാലും GPay ഉപയോഗിച്ച് ചെയ്യാൻ പഠിച്ചാൽ നിൽക്കാൻ പറ്റും.